اللهم صل على محمد وعلى آل محمد أما بعد فاتقوا الله عباد الله. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم الدعاء بخ العبادة رواه البخاري. ബഹുമാന്യരായ വിശ്വാസികളായ സഹോദരങ്ങളെ, അള്ളാഹു അനുവദിക്കുന്ന ആയുസ് വരെ നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചുമാണ് ജീവിക്കുന്നത്. ആ സമയം വരെ തഖ്വയോടെ റബ്ബിനെ മറക്കാതെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അദ്ദുആഉ ബുഖുൽ ഇബാദ, ദുആ എന്നത് ആരാധനയുടെ മജ്ജയാണ്. പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിക്കില്ല. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ തിരിച്ച് അതേ ബെഡിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വരെ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത ധാരാളം ദുആകളുണ്ട്. ഖുർആനും ഹദീസിലും വന്ന ചില ദുആകൾ ദുആയുമാണ്, ദിക്റുമാണ്. ഉദാഹരണം, അൽഹംദുലില്ലാഹ് ദുആയാണ്, ദിക്റാണ്. അതിന്റെ പ്രത്യേകത അതാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണം, അത് ദുആയാണ്, ദിക്റാണ്. അതുപോലെ ഉറക്കത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇങ്ങനെ നിത്യജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ടാണ് അള്ളാഹു നമ്മളെ പരിഗണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറ അൽ ഫുർഖാനിൽ അവസാന ആയത്തിൽ കാണാം, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ യജമാനനായ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാം സമുദ്രത്തിൽ 3 ഇരുട്ടിലാണ് അള്ളാഹു തന്നെ പെടുത്തി കളഞ്ഞത്. 3 ഇരുട്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. ഒന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുട്ട്, 2 രാത്രിയുടെ ഇരുട്ട്, 3-മത്തേത് സമുദ്രത്തിന്റെ ഇരുട്ട്. ഒക്കെ നിങ്ങൾ ഒരു പ്രവാചകനെ പരീക്ഷിക്കുകയാണ്. ആ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ കടന്നുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത്, എന്നെ കാക്കണേ എന്നല്ല ദുആ ചെയ്തത്. അതിന്റെ കറുത്ത വരുന്ന ദിക്റും ദുആയുമായ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അന്ത. ഒക്കെ നിങ്ങൾ സമ്മതിക്കുകയാണ്. അവിടെ തൗഹീദ് പറയുകയാണ്. ആദ്യം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാൻ അക്രമം ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എന്റെ രക്ഷപ്പെടുത്തണേ എന്നതിനകത്ത്. അതാണ് ദുആ എന്ന് പറയുന്നത്. അത് ദിക്റാണ്, ദുആയാണ്. സുന്നത്തിന്റെ നിസ്കാരത്തിന് സുജൂദിൽ അത് വർദ്ധിപ്പിക്കാം. ഈ സുബ്ഹാന റബ്ബിൽ അഅല തന്നെ വേണമെന്നൊന്നുമില്ല സുന്നത്ത് നിസ്കാരത്തിൽ. ഇതൊക്കെ മാറ്റിവെക്കാം. ഹദീസിൽ വന്ന, ഖുർആനിൽ വന്ന ധാരാളം ദിക്റുകൾ സുജൂദിൽ അധികരിപ്പിക്കാം. സുന്നത്ത് നിസ്കാരത്തിന് സുജൂദിൽ കിടന്നോണ്ട് ചോദിക്കാം, ജീവിതവുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ദുആ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കണം. നിസ്കാരങ്ങളിൽ എത്ര തിരക്കാണെങ്കിലും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബ് എന്തെങ്കിലും പറയാൻ എഴുന്നേറ്റ് പോകരുത്. ഒരാളെ ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കൊട്ടക്കണക്കിന് പ്രാർത്ഥന ഒന്നും പഠിക്കണ്ട. ഒരൊറ്റ ദുആ വിളിച്ചാൽ മതി. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്റും, ഒരൊറ്റ പ്രാർത്ഥന മതി. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ എന്ന ഒരൊറ്റ ദുആ മതി. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് പറയാനുള്ളത്,
പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാലം നീട്ടിന് ദുആ ചെയ്യരുത്. അതിനേക്കാൾ നല്ല ദുആ ചെയ്യാതിരിക്കരുത്. അലസമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കത്തില്ല എന്നാണ്. സൂറത്ത് സജദയിൽ പറഞ്ഞില്ലേ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. വിനയത്തോടെ ദുആ ചെയ്യണം, ഭക്തിയോടെ ദുആ ചെയ്യണം. എനിക്കെന്റെ യജമാനൻ തരണമെന്ന് ചിന്തയുണ്ടാകണം, അങ്ങനെ ദുആ ചെയ്യണം. അതുപോലെ ദുആ ചെയ്യുമ്പോൾ ഖുർആൻ പറഞ്ഞ കാര്യം എന്താ? സൂറത്തുൽ ഇസ്രായിന്റെ അവസാന ഭാഗം, ഖുൽദുർ റഹ്മാൻ ഖുൽദുല്ലാഹ് അബിദുർ റഹ്മാൻ. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് എന്ന് വിളിക്കണം, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കണം. ഖുർആന്റെ ആയത്താ. പടച്ചവനെ, തമ്പുരാനെ അല്ല. അതൊക്കെ പറ്റുമോ? പറ്റും. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്. ഇത് രസമാണതൊക്കെ. അങ്ങനെ വിളിച്ചു നോക്കിക്കേ. ഇപ്പൊ ഞാൻ ഖുർആൻ രണ്ടാമത്തെ റക്അത്ത് പാരായണം ചെയ്തില്ലേ, അള്ളാഹിന്റെ നാമങ്ങളില്ലേ, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്, യാ ഖാലിഖ് യാ അല്ലാഹ്, യാ റാസിഖ് യാ അല്ലാഹ്, യാ മന്നാൻ യാ അല്ലാഹ്. എന്ത് രസമാണ് അള്ളാഹിന്റെ നാമങ്ങൾ വിളിച്ച് നിങ്ങൾ എന്നിട്ട് ദുആ ചെയ്തേ. വെറുതെ കാലം നീട്ടിയിട്ട് പടച്ചവനെ, അങ്ങനെയല്ല. അവർക്ക് അതിന്റെ മര്യാദകളുണ്ട്. അള്ളാഹിന്റെ നാമം ഇങ്ങനെ ധാരാളം വിളിച്ചുകൊണ്ടിരിക്കണം. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്ന വിളിക്കണം എന്നാ പറയണത്. എന്നിട്ട് വിനയത്തോടു കൂടി ആദ്യം ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, രോഗങ്ങളെ കുറിച്ച് പറയരുത്, സാമ്പത്തിക കടങ്ങൾ ആദ്യം പറയരുത്, പ്രയാസങ്ങൾ പറയരുത്. ആദ്യം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയണം. പടച്ചവനെ, എനിക്ക് തന്നല്ലോ, എനിക്ക് മക്കളെ തന്നു, വീട് തന്നു, കുടുംബം തന്നു, ജോലി തന്നു, അൽഹംദുലില്ലാഹ്. അള്ളാഹ് തന്ന അനുഗ്രഹത്തെ അള്ളാഹിലേക്ക് അള്ളാഹ്ക്കറിയാം. അതിന് ഹംദ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഹംദും സ്വലാത്തും ഇല്ലാത്ത ദുആ സ്വീകരിക്കത്തില്ലെന്നാണ്. പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ദുആ സ്വീകരിക്കത്തില്ല എന്നാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്, നിർബന്ധമായ നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ സ്വലാത്തുണ്ട്, ബാങ്കിന് ശേഷം സ്വലാത്തുണ്ട്. ഇതൊക്കെ പരിഗണിക്കണം. അപ്പൊ വിനയത്തോടെ, എളിമത്തത്തോടെ. അതെങ്ങനെയാ ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക. അതാണ് ദുആ. നീ എന്റെ യജമാനനാണ്, ഞാൻ നിന്റെ അടിമയാണ് പടച്ചവൻ. എന്റെ കയ്യിൽ ഒന്നുമില്ല, നീ തന്നതല്ലാതെ. അതാണ്, അങ്ങനെ പറയണം. എന്റെ കയ്യിൽ ഒന്നുമില്ല, നീ തന്നതല്ലാതെ. ഞാൻ നിന്റെ അടിമയാണ്, നീ എന്റെ യജമാനനാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ തുടക്കം അങ്ങനെയാണ്. വല്ലാത്തൊരു ദുആയാണത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അങ്ങനെയാ തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞോണ്ട് വിനയത്തിന്റെ അങ്ങേ അറ്റമാണ് ദുആ. ഞാൻ നിന്റെ അടിമയാണ്, നീ എന്റെ യജമാനനാണ്, എനിക്കെല്ലാം തരുന്നവൻ നീയാണ്, തന്നവൻ നീയാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. വിനയത്തോടെ, എളിമത്തത്തോടെ, ഭയഭക്തിയോടെ. പടച്ചവൻ മാത്രമേ തരാനുള്ളൂ, സങ്കടങ്ങൾ മാറ്റാൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മുഫസ്സിറുകളായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മരുന്ന് കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കണം. ഒരു ഗുളിക കഴിക്കുമ്പോ അത് കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണം. എന്നിട്ട് ദുആ ചെയ്യണം, ഈ മരുന്നല്ല, നിന്റെ റഹ്മത്താണ് എന്റെ രോഗം മാറ്റുന്നവൻ, നീ ശിഫയാക്കണേ അല്ലാഹ്. ചിന്തിച്ചേ, തലവേദനയാ, ഗുളിക കഴിച്ച എവിടേക്കാണ്? വയറ്റിലേക്കല്ലേ പോയത്? തലയിലേക്കാരെങ്കിലും ഗുളിക കഴിച്ച? ഇല്ല. ആ തലവേദനക്ക് കഴിച്ച ഗുളിക വയറ്റിലേക്ക് ചെന്നിട്ട് എങ്ങനെയാണ് അതിന്റെ കണ്ടന്റ് തലവേദന മാറ്റിയത്? അതാണ് അല്ലാഹ്. ചിന്തിച്ചിട്ടുണ്ടോ? അത് വയറ്റിലേക്ക് ചെല്ലുമ്പോൾ ശാസ്ത്രം പറയുന്നു, 4 പൊട്ടും, 4 തിരിയും ആ ഗുളിക. അതിന്റെ പ്രധാന കണ്ടന്റ് ബ്ലഡുമായിട്ട് അലിഞ്ഞു ചേരും. ശാസ്ത്രം പറയണതാണ്. എന്നിട്ട് റഹ്മാനായ റബ്ബ് നിന്റെ തലക്ക് എവിടെയാണോ വേദന, എന്താണോ ഞരമ്പിന് പ്രയാസം, ആ മരുന്നിന്റെ കണ്ടന്റ് അവിടേക്ക് അല്ലാഹു തആല ശിഫ നൽകും. അതാണ് അല്ലാഹു ഷാഫി എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക, അല്ലാഹു തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദുആ എന്നത് ആരാധനയുടെ മജ്ജയാണ്, അത് മറക്കാതിരിക്കുക. റഹ്മാനായ റബ്ബ് പ്രാർത്ഥന കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربونا صغارا السلام عليكم ورحمة الله وبركاته.